അപ്പം പപ്പായ്ക്ക് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ഞാൻ തരട്ടെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലായിടത്തും മഴയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നിട്ടത് നമ്മുടെ പൊന്നുകുട്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണല്ലോ, ആള് പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് ജോലിക്കൊക്കെ കയറി. നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് അബുദാബിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പൊന്നു ദുബായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ഞാനാണേലും അമ്മയാണേലും മാളക്കുട്ടിയാണേലും പപ്പയാണേലും ദുബായിൽ ഞാൻ 2 വട്ടം വന്നു, ഇവർ ഓരോ വട്ടം വന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് അബുദാബിക്കല്ലേ? പോകുന്നുണ്ടോ? അവസരം കിട്ടിയാ പോണം. അമ്മ പോകുന്നുണ്ടോ? അവസരം കിട്ടിയാ പോകും. ഞാൻ അവസരം കിട്ടിയില്ലെങ്കിലും വഞ്ചിയിരുന്നു. ഞാൻ ഇപ്പോഴേ പറിച്ചിട്ട് തുടങ്ങി അവളോട്, എന്നെയും കൊണ്ടോണേ. അപ്പം ഞാനും പോകുന്നതായിരിക്കും. അപ്പം പൊന്നൂസിന്റെ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴേ അവിടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആള് എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പൊക്കി പറയല്ല, അവിടെ സംസാരവും കാര്യങ്ങളൊന്നും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഒരു എന്താ അവള് പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തതയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അവളങ്ങനെ ഓരോ കാലഘട്ടം കടക്കും തോറും അവൾക്ക് അറിവ് കൂടി വരുന്നു. പിന്നെ ഓരോ ജോലിക്കാണേലും പഠിത്തത്തിനാണെങ്കിലും പോയപ്പോഴൊക്കെ ആരാണ്ട് വിളിക്കുന്നുണ്ട്. അത് ആരാ? അവള് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം ചേച്ചി തന്നെ കേട്ടോ വിളിച്ചത്. ആള് ഒരു 17-18 വയസ്സുള്ളപ്പം പഠിക്കാൻ വേണ്ടി, നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം പഠിത്തത്തിൻ്റെ ഇതും ജോലിയുടെ എക്സ്പീരിയൻസും മറ്റു ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടും എല്ലാം ആളുടെ മെച്യൂരിറ്റി അടിപൊളിയാണ്. എൻ്റെ പെങ്ങൾ എന്ന് പറയാൻ വേണ്ടി എനിക്ക് പ്രൗഡൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ആളെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴേ ലാസ്റ്റ് ഭാഗമൊക്കെ ആകുമ്പം എനിക്ക് ചെറിയ മോട്ടിവേഷൻ പോലെയൊക്കെ തോന്നി. എന്നുവെച്ചാൽ അവൾ പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ, പഠിത്തത്തിൻ്റെ കാര്യം, പിന്നെ സാലറിയുടെ കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തോന്നി, ഒരു ഫീല്, ഒരു പവറൊക്കെ വന്നു. അപ്പം എൻ്റെ പെങ്ങളാന്ന് പറയാൻ ചെറിയൊരു എന്നാ അഭിമാനവും ഒരു പ്രൗഡൊക്കെ തോന്നി. അമ്മയുടെ മോളാന്ന് പറയാൻ പ്രൗഡില്ലേ? പിന്നെ എൻ്റെ മക്കൾ 3 പേരും മിടുക്കരാണ്. അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അയൽവക്കക്കാർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് പറയാറുണ്ട്, മോളമ്മയുടെ മക്കള് നല്ല മക്കളാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി നമ്മളെ 2 മക്കളെന്നായിരിക്കും പറഞ്ഞത്. ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് 3 പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, നമ്മളെ കുറ്റം പറയാനും കുഴപ്പമില്ല, അത് നമുക്ക് വിഷയമുള്ള കേസല്ല. അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. നമ്മുടെ ചേച്ചിയുടെ വീഡിയോ കാണാത്തവരെല്ലാവരും പോയി കാണുക. നല്ല അടിപൊളി വീഡിയോ പൊന്നൂസിൻ്റെ ഇട്ടിട്ടുണ്ട്. പൊന്നൂസിൻ്റെ കുറേ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളും ഇത് കേട്ടോ, ഞാൻ തുള്ളുന്ന കണ്ടു നിന്ന് എന്നറിയോ, ഈ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം പോകുന്നതിൻ്റെ സങ്കടമുണ്ട്. അപ്പം നമ്മുടെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഇത്തിരി ഓക്കെ ആയിട്ടുണ്ട്, അതിന് സന്തോഷം കേട്ടോ. ചെറിയ ദേഹത്ത് വേദനയൊക്കെ കുറവുണ്ട്, എന്നാലും ഓക്കെ ആയി. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഇനിയും കൂടെ കാണണം. എല്ലാവരും ഇന്നത്തെ വീഡിയോ കുട്ടമ്മോൻ ഒരു ചെറിയ ഗിഫ്റ്റ്, കുട്ടമ്മോനല്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് കുട്ടമ്മോനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരെ നമുക്ക് വീട്ടിൽ കേട്ടോ. പറ്റോ കത്രിക. അപ്പൊ കൊറേ നാളായി ഒരു ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട്. അപ്പം പൊട്ടിക്കാം അല്ലേ? ബാമേ എന്തി ഓക്കെ. എന്നാ സംഭവം നടന്നില്ല, ഞാനാ പോയി എടുത്തോണ്ടോ. അപ്പൊ DTDC എടുത്ത കിട്ടി എന്നോട് ഫ്രെയിം ആണെന്ന് തോന്നുന്നു. ഫോട്ടോ ഫ്രെയിം ആണെന്ന് തോന്നുന്നല്ലേ? ബബിൾ റാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ബബിൾ റാപ്പ് നല്ലതാണെങ്കിൽ എടുത്ത് വെച്ചു, നമുക്ക് തേന അയക്കുമ്പോൾ റാപ്പ് ചെയ്യാം. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ കളറിലെ ചുരിദാറൊക്കെ അടിപൊളിയായി. ആ കളറിൽ ചുരിദാർ ഇല്ലല്ലേ? നമുക്ക് അടുത്തോട്ടോ ഫോട്ടോ ഫ്രെയിം ആണോ അല്ലേ? എന്താ എനിക്ക് അപ്പം നമ്മുടെ ഇവിടെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു 3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പം നമ്മൾ കുറേ പണിയും കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. ഇനി മഴക്കാലം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് മഴക്കാലം കഴിഞ്ഞിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത്യാവശ്യം എല്ലാം ഒന്ന് സെറ്റാക്കി കേട്ടോ. തുറന്നു നോക്ക്.
ഫോട്ടോ ഫ്രെയിമോ ഏതാണ്ട് സാധനം തോന്നുന്നു. കുഞ്ഞൊരു കാറ്. കുഞ്ഞൊരു കാറല്ല. ഇതാണ് സംഭവം. എന്തുവാ എന്തോന്ന് കണ്ടു എല്ലാം മനസ്സിലായോ? ഇത് ഒരു ഫോർച്യൂണർ. ഫോർച്യൂണറിന്റെ വണ്ടിയാണ്. ബാഗ് ആ വണ്ടിയാണ്. 4x4. ആ നമ്മുടെ കയ്യിരിക്കുന്ന വണ്ടി ഏതാ? വണ്ടി ഫോർച്യൂണർ തന്നെയല്ലേ? അതെ, അത് തന്നെ, ഈ വണ്ടി തന്നെ ഫോർച്യൂണറിന്റെ ഒരു ബ്ലാക്ക് വണ്ടി. അപ്പൊ എനിക്ക് വന്നേക്കുന്ന ഗിഫ്റ്റ് ഒരു കുഞ്ഞ് ഫോർച്യൂണർ കേട്ടോ. അതെ. ആ ഫോർച്യൂണറിന്റെ ഒരു പിക്കും ഒരു ചെറിയൊരു ഫ്രെയിമും ഒരു ചെറിയൊരു ഫോർച്യൂണറാണ്. അതെന്ന് വെച്ചാൽ എൻ്റെ ഡ്രീം കാർ എന്ന് പറയാം ഫോർച്യൂണർ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെഹിക്കിളാണ് ഫോർച്യൂണർ. അതാണ് ഈ വഴിയെ പോകുമ്പോൾ എപ്പോഴും ഈ വണ്ടി പോകുമ്പോൾ ദേവെന്ന് പറയും. ഞാൻ എവിടെല് പോയാലും ഫോർച്യൂണർ പോകുമ്പോൾ പപ്പാനും അമ്മേനും ചൂണ്ടിക്കാണിക്കും കേട്ടോ. പക്ഷെ ഒരു ഫോർച്യൂണർ എടുക്കാനുള്ള സാമ്പത്തികം നമുക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ ഫോർച്യൂണർ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വണ്ടി എടുത്ത് തുടങ്ങുള്ളൂ കേട്ടോ. നമ്മൾ ചെറിയൊരു കാർ എടുക്കാൻ വല്ല മാരുതിയോ അല്ലേ? ഡീസലാ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണ്. നല്ല അടിപൊളി ഒരു ഗിഫ്റ്റാണ്. ആഗ്രഹം ഇപ്പം ഫോർച്യൂണറിനോടല്ലേ, അതുകൊണ്ട് എൻ്റെ ആ ഡ്രീം എന്താണോ അത് ബേസ് ചെയ്തിട്ട് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു കേട്ടോ. അതുണ്ടോ കാണുന്നതിന് അടിപൊളിയല്ലേ? അല്ലെങ്കിൽ ഫോർച്യൂണർ കാണാൻ ഒരു അടിപൊളിയാ ടൊയോട്ടയുടെ അല്ലേ? പപ്പ ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. നമ്മുടെ JCB പണിതുകൊണ്ടിരുന്നപ്പം ഒരു ഫോർച്യൂണർ കൊണ്ടാണ് അതിന്റെ ഉടമ വന്നത് അല്ലേ? പുള്ളി അത് ഡൽഹിയിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഇവിടുത്തെ ബുക്ക് പേപ്പറൊക്കെ മാറ്റി ആക്കിയപ്പോഴത്തേക്കും ഒരു 2-2.5 ലക്ഷം രൂപയും കൂടെ ആയി. അത് വണ്ടി നല്ല എടുപ്പാണ്. ഞാൻ അതായത് ഇവിടുന്ന് കയറി സിറ്റി വരെ പോയായിരുന്നു. നല്ല എടുപ്പാണ്. അതായത് വഴിയെ റോഡേ പോകുമ്പോൾ ഒരു ആന പോകുന്ന ഒരു പവർ. റോഡ് പ്രസൻസ് ഉണ്ട് അതെ വണ്ടിക്ക്. വണ്ടി റോഡ് നിറഞ്ഞു പോകുന്ന ഒരു പ്രസൻസ് ആണ്. പിന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. ഹൈറ്റ് ഉണ്ട് വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാലേ. അതെ. അപ്പൊ അത് കുഴപ്പമില്ല. അത് മേടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ ഈ വണ്ടി കയറിയിട്ടുണ്ട്. ഫസ്റ്റ് എവിടെ പോയപ്പോഴാണെന്നറിയോ? ദുബായി വെച്ച് നമ്മളെ ഒരു 5 രൂപ വീട്ടിൽ പോയത് ഈ വണ്ടി വന്നപ്പോഴല്ലേ. അത് ഫോർച്യൂണർ അല്ല, അത് ലാൻഡ് ക്രൂയിസറാ. അത് ദുബായിലെ ഏറ്റവും വെടിക്കിട്ട് വണ്ടിയാ. മരുഭൂമിയിലെ രാജാവ് എന്നാണ് ആ വണ്ടി അറിയപ്പെടുന്നത്. ലാൻഡ് ക്രൂയിസർ ആ വണ്ടിയല്ലേ പോയത്. ദുബായി പോയിട്ട് കുറെ വണ്ടിയൊക്കെ അവിടെയെല്ലാം ഫോറിൻ വണ്ടികളെ ഉള്ളൂ. പാട്രോളെ കയറി ഒരുപാട് വണ്ടികളെ കയറി. ഒത്തിരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ 3-4 പേര് നമ്മളെ പല വണ്ടികളിൽ കയറ്റി കൊണ്ടുപോയി ഫുഡ് മേടിച്ച് ഫുഡിന്റെ എൻഡോറ കയറി അല്ലേ? അതിന്റെ ഈ സമയത്ത് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത പല ആഹാരവും കേട്ടോ. പൊന്നുവാണേലും നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് ഒത്തിരി ആഹാരങ്ങളൊക്കെ മേടിച്ച് തന്നു. നമ്മൾ ഇവിടെ പിന്നെ ആ പാടെ ഈ പൊറോട്ടായും സാമ്പാറും ഒക്കെ കണ്ടു അല്ലേ? അതെ. നമ്മൾ ഒത്തിരി ഭക്ഷണങ്ങൾ വെറൈറ്റി ഫുഡും കാര്യങ്ങളും. ഫുഡ് കുഞ്ഞിക്കോഴി ഏറ്റവും ഫസ്റ്റിലെ നമ്മളെ നിശ്ചയിച്ചാ കൊണ്ടുപോയി കുഞ്ഞിക്കോഴി മേടിച്ചായിരുന്നു. അതുപോലെ തന്നെ ഈ കഴിക്കാൻ ചെല്ലുന്നിടത്തെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടംപോലെ ചെറുപ്പക്കാരെ ചേട്ടന്മാരെ ഏറ്റവും കൂടുതൽ നമ്മളോർക്കുന്ന സാധനം നമ്മുടെ വീഡിയോ കാണുന്ന വീട് ബേസ് ചെയ്തുള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം പൊന്നൂനെ കൂട്ടാൻ പോയി ദുബായി വെച്ച്. അവള് ജോലി കഴിഞ്ഞ് വരുന്ന സമയം 7:45 ആകുന്ന സമയം ഞാനും പപ്പയും കൂടെ അവളെ കൂട്ടാൻ പോയപ്പോ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുകയും താഴെ ഒരു ചേട്ടൻ കുട്ടമ്മനെ കൈ പോയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരു 35-38 വയസ്സ് കാണും, അതിൽ കൂടുതലൊന്നുമില്ല. അന്നേരം കുട്ടനെ തിരിഞ്ഞു നോക്കിയപ്പം ആ പയ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന, നമുക്ക് അപ്പുറത്തൊരു കടയുണ്ട്, ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു. അന്നേരം ഓർക്കുന്നുണ്ടോ നമ്മൾ ആ വഴിയെ പോയിട്ട് അതിന്റെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി ചായ കുടിച്ചു. അപ്പം എൻ്റെ ഡ്രീം കാറാണ് ടൊയോട്ട ഫോർച്യൂണർ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഫ്രെയിമും ഒരു ഹോട്ട് വീല് പോലെ പറഞ്ഞ ഇതും കിട്ടി. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല കേട്ടോ.
അപ്പം നമ്മളിത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കുന്നതാണ്. ഗിഫ്റ്റ് അയച്ചു തന്ന ആൾക്ക് ഇത് ഭദ്രമായിട്ട് നമ്മൾ വെക്കുക. നമുക്കിപ്പോ എന്തായാലും ഒരുപാട് താങ്ക്സ്. ഗിഫ്റ്റ് അയച്ചു തന്ന ആൾക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ് വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞോളാം. 2-3 വർഷത്തേന് നമ്മൾ ഇതിന്റെ പടമൊക്കെ കണ്ട് അതിന്റെ ടയറിന്റെ എത്ര വോൾട്ട് ഉണ്ട്, ടയറിന്റെ വലിപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. ഇപ്പോൾ ഉള്ള ആ ഒരു ഓട്ടോ നമ്മുടെ ഓട്ടോയൊക്കെ ഓടിച്ച് നമ്മുടെ CT100 ബൈക്കൊക്കെ ഓടിച്ച് മെല്ലെ അങ്ങ് പോവുക. ഒരു 3-4 വർഷം കഴിഞ്ഞ് ശ്രീകുട്ടന്റെ പഠനവും മാളുകുട്ടിയുടെ പഠനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ അന്നേരം നമുക്ക് സാഹചര്യം ഒത്താൽ ദൈവം അനുഗ്രഹിച്ചാൽ അന്നേരം മേടിക്കാം. അന്നേരം മേടിക്കാം. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയല്ലോ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല സെറ്റപ്പാണ് വണ്ടി എടുപ്പാ. അപ്പോൾ ഫോർച്യൂണറുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ ആണ് എത്ര പേർക്ക് ഫോർച്യൂണർ ഉണ്ടെന്ന് നോക്കാമല്ലോ. എല്ലാവരും ഉള്ളവർ എനിക്കുണ്ടേ എന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പം നല്ലൊരു ഈവനിങ് ടൈമായിരുന്നു. ചായ കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം ഞാൻ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഒന്നിനിപ്പുറം കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ അപ്പാ? അപ്പം പപ്പായ്ക്ക് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ഞാൻ തരട്ടെ? എന്നാ കണ്ണടക്ക്. അമ്മ ആ കട്ടില് നല്ല അടിപൊളി ഒരു ടീഷർട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പപ്പായ്ക്ക് വേണ്ടി. ആദ്യം എടുത്തിട്ട് വാ. അപ്പൊ അത് എന്നിട്ട് ഇട്ടിട്ട് വരണേ. ഇട്ടിട്ട് വന്നിട്ട് കാണിക്കാം. മടക്കി കൊടുക്കുമേ. ഇപ്പം കണ്ണടച്ചിരുന്നു. ആണോ? മടക്കി കൊടു. അത് കൊടു. അപ്പൊ ഒന്ന് ഇട്ടിട്ട് വാ. ഇട്ടിട്ട് വരണേ. അപ്പായ്ക്ക് ഇത് ചേരുമല്ലോ. കറക്റ്റാണോ? വലിപ്പം കറക്റ്റാണോ? എനിക്ക് ഈ ടൈപ്പ് ഈ അടുത്ത ഇടയ്ക്ക് 2-3 ഗിഫ്റ്റ് കിട്ടിയത്. അത് എവിടെയോ പോയി 1-2 ഉണ്ടല്ലേ. അപ്പൊ ഇതാണ് സംഭവം. ഇതിനകത്ത് വേറൊരു വെറൈറ്റി സംഭവം കൂടെ ഉണ്ട്. അത് കാണിക്കാം കേട്ടോ. ഇതാണ് സംഭവം. എങ്ങനെയുണ്ടമ്മേ? നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ പടമൊക്കെ ഉണ്ട് പുറത്ത്. കണ്ടു ഒരു ടിസ്റ്റൊക്കെ ഇട്ട് കൊണ്ടുവരണ്ടായിരുന്നല്ലേ? അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട്? അതൊന്ന് ചെയ്യിപ്പിച്ചടാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കണ്ണാടിയൊക്കെ വെച്ച് എന്തോ ഹോളി നടന്നപ്പോ എടുത്താണോ? ഹോളി സെലിബ്രേഷൻ എടുത്ത ഫോട്ടോയാ. ആണോ? ചായ ഒക്കെ തലയിലും അവിടെ എവിടെ ഇരിക്കുന്നു. കളറുണ്ട്. അതായത് മകനെ പ്രൊമോട്ട് ചെയ്യുന്ന തന്ത. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, തിരിച്ചെടുത്തില്ല. ബാക്കില്ല. അത് അപ്പൊ ഈ കായ്മുണ്ടിന്റെ ഒക്കെ കൂടെ അടിപൊളി ഇട്ടിട്ട് പോയാൽ. കായ്മുണ്ട്. ഞാനിപ്പോ ഇനിയിപ്പം കവലയ്ക്ക് പോകുമ്പോ എന്നും ഇത് തരണം കേട്ടോ. കട്ടപ്പനയ്ക്ക് പോകുമ്പോ കേട്ടോ. ഞാൻ എന്നെ 4 ആൾ അറിയട്ടെ. ജനങ്ങള് നമ്മുടെ ഈ ഫാമിലിയെ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ തന്നെ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ മിക്കവാറും 1-2 പേരെയൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരെ കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയത്തില്ല. എന്നാൽ അറിയാവുന്ന ചിലര് ദൂരെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചിലർ മിണ്ടാതെ മാറി പോകുന്നവരുമുണ്ട്. ചിലർ ഓടി വന്ന് സംസാരിക്കും. ഈയിടെ ഞാൻ മെഷീനിൽ നിന്നപ്പോഴത്തേക്ക് ഓടി ഒരു പെങ്കൊച്ചു വന്നു. നമ്മൾ വീഡിയോയിൽ പറയണം. വീഡിയോയിൽ പറഞ്ഞു ശ്രീകുട്ടന് കുറവുണ്ടാവും. നമ്മൾ കട്ടപ്പന സഹകരണാശുപത്രിയൊക്കെ പോവാണെങ്കിൽ മിക്കപ്പോഴും കാണാം 1-2 പേരൊക്കെ. മിക്കവാറും നേഴ്സുമാരെ വീഡിയോ കാണുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അതല്ലേ പൊന്നു ഇപ്പൊ ചെന്നിടത്തും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ ഉപകാരമുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ വന്നുകൊണ്ട് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരാപത്ത് വന്നാൽ പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് ഒരു ഹെൽപ്പ്, മറ്റൊരു നാട്ടിൽ ചെന്നിട്ട് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അത് ചെയ്യാൻ ആളുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ ശ്രീകുട്ടൻ ഈ വയ്യാഴിക വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100 പേരെങ്കിലും ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ശ്രീകുട്ട എന്ത് ഹെൽപ്പ് വേണേലും വിളിച്ചാൽ മതി. അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട ഒരു കേസുണ്ട് കേട്ടോ. തിരുവല്ല ഉള്ളൊരു ചേട്ടൻ, ശ്രീകുട്ട നീ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പപ്പനെ വിളിച്ചില്ലേ? എനിക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ, കാറിന് ഞാൻ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവിടാം.
അയ്യോ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കേസാട്ടോ. പിന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. നമ്മളത് പിന്നെ സ്നേഹപൂർവ്വം വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ആ നമുക്ക് ഓട്ടോയ്ക്ക് പയ്യെ ഞാൻ പോകാം. പറ്റേ നമ്മളെ അതിന് വേണ്ടി പുള്ളിക്കാരൻ അവിടുന്ന് തിരുവല്ലയിൽ നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ എങ്ങനെ 4 മണിക്കൂറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടുന്ന് വീണ്ടും 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് തിരുവല്ലയിൽ കാണാം. അതിൽ നിന്നല്ല നമുക്കൊരു വണ്ടി വിളിച്ച് പോവാണെങ്കിൽ അതാണ് നമ്മൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത്. തിരുവല്ലായിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് തൊടുപുഴ പോയിട്ട് ശ്രീകുട്ടനെ തിരിച്ചു ഇവിടെ കൊണ്ട് വിട്ടിട്ട് വീണ്ടും തിരുവല്ലായി. അത് നമ്മളത് സന്തോഷത്തോടു കൂടി തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞില്ല, വിളിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം നമ്മളത് ഒഴിവാക്കിയതാണ്. കാരണം ആ മനുഷ്യനെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അത് ഒരു നല്ല മനസ്സോട് പറഞ്ഞതേ. അങ്ങനെ ആ ഒരു പറച്ചിലാണ്, അങ്ങനെ പറയാൻ മനസ്സ് കാണിച്ചല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ആക്സിഡന്റ് പറ്റി ഇവിടെ കിടന്നപ്പോൾ ആരൊക്കെ വന്നു, ആരൊക്കെ കാണാൻ വന്നു, ആരൊക്കെ വിളിച്ചു ചോദിച്ചു എന്ന് എപ്പോഴും എൻ്റെ മൈൻഡിൽ ഇതുണ്ട്, ഒരു മെമ്മറിയിലുണ്ട്. അപ്പം അതൊരു സ്നേഹമാണ്, അതൊരു ഇതാണ്. ഓർമ്മ നിൽക്കും. കാരണം നമുക്കൊരു വയ്യാഴിയൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച പറ്റുന്ന സമയത്ത് നമ്മളെ വിളിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല. എന്ന് ഓർക്കും. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പലരും പിന്നോട്ട് വരിയുമ്പോൾ അതെന്താ നമ്മളോട് അത് അങ്ങനെ ചെയ്ത് അങ്ങനെയും ചിന്തിക്കും. അതെ, അങ്ങനെ ചിന്തിക്കും അല്ലേ? അതെ, നമുക്കൊരു വീഴ്ച വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ വീഡിയോ എടുക്കാം അല്ലേ? കിടക്കാൻ സമയമായി, പപ്പായ്ക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം ബൈ. കൊള്ളാവോ? ഇത് ഫ്രണ്ട് നീ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ആ ഇനിയിപ്പം മോനെ ഒന്ന് തൂത്ത് വരുമ്പോഴത്തേന് ഇവിടെ വരെ എത്തൂലോ. നല്ല ഫോട്ടോ കേട്ടോ. ആണോ? ഇഷ്ടപ്പെട്ടോ? ഇന്നലെ ഈ ബനി കുഞ്ഞിനാളില് ഈ കൈകളെ ഒക്കത്ത് വെച്ചോണ്ട് എടുത്തോണ്ട് നടന്നു. മകൻ അറിവായപ്പം ഇത് പുറത്ത് ചുമന്നോണ്ട് പറഞ്ഞേ. ആദ്യം ഇങ്ങനെ എടുത്തു, അത് കഴിഞ്ഞ് ഇങ്ങനെ എടുത്തു, ഓളയിട്ടു, പിന്നെ ഇങ്ങനെ കയറ്റി വെച്ചു. ഇപ്പം പുറത്ത് ചുമന്നോണ്ട്. അയ്യോ, ചേച്ചി എടുക്കുന്നില്ലല്ലോ. ചേച്ചി ചിലപ്പം ഡ്യൂട്ടിക്ക് പോയി കാണുമായിരിക്കും. ഞാനൊന്ന് ഇട്ട് നോക്കിയത് കേട്ടോ. പപ്പാടെ ഊരി മകൻ ഇട്ടു. നമ്മുടെ വീട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവരും വിളിച്ച് 4 പേരെ കാണിക്കണം. അത് പ്രത്യേകിച്ച് ചേച്ചീനെയും ആളിനെയും മാളുക്കുട്ടിയെയും കാണിക്കണം. അതെ, ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച ഇപ്പൊ എടുക്കണ്ട. എന്തായാലും കുളിക്കോ വല്ലോ ആയിരിക്കും, ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നല്ലേ. എവിടെ പോവാടോ? ഞാന് ഇപ്പൊ നാളെയാണ് എനിക്ക് പോകേണ്ട ദിവസം. ഇനിയിപ്പം ചെല്ലുന്ന ഒരാഴ്ച പോസ്റ്റിങ് തുടങ്ങിയിട്ട്. അപ്പം ഇങ്ങനെ താടിയും മുടിയൊക്കെ വെച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ പോസ്റ്റിങ്ങിന് കേറ്റില്ലാത്ത മാത്രമല്ല, താടിയൊക്കെ അടിച്ച് നമ്മൾ മെഡിക്കൽ സ്റ്റുഡന്റ്. അപ്പം താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഷോർട്ട് കട്ട് അടിച്ചിട്ട് പോവാം. പിന്നെ ഇനിയിപ്പോ മുടി വെട്ടാൻ എനിക്ക് മടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മുറിവിന്റെ പാടുള്ളതുകൊണ്ടേ ഈ സൈഡ് മുടി വെട്ടാൻ മടിയാ. തലമുടി വെട്ടാൻ പോകുമ്പോഴേ കടലച്ചാരനോട് പറയണം, ഇതുപോലെ ഒരു ചെറിയ മുറിവുണ്ട്, പുറമേ കരിഞ്ഞിട്ടുള്ള അകം പച്ചയാണ്, സൂക്ഷിച്ചോണെന്ന്. ഞാൻ പറഞ്ഞ 4 തട്ടായിട്ട് സ്റ്റിച്ചിട്ടുണ്ട്, ചെറിയ തടിപ്പുണ്ട്. അപ്പം മുടി ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കാം. ആ മുടി നിൽക്കുകയാണെങ്കിൽ വൃത്തികളില്ല. അല്ലെങ്കിൽ തലയിൽ മറ്റേ ഈ പണ്ട് കൊലപാതകയുടെ മറ്റേ വെട്ടും കുത്തും ഒക്കെ ഉണ്ടാക്കുന്ന നെറ്റിയിലും പിരിത്തൊക്കെ പാടുകയാണ്. അതുപോലെ ഒരു പാട് കാണിങ്ങനെ. അതെ, അതിപ്പം കുഴപ്പമില്ല, മുടി വളർന്നു വന്ന ഇല്ല, വലിയ കുഴപ്പമില്ല. അപ്പം പോയിട്ട് വരും. നാളെ ഇനി പോണം, ബസ്സിന് ടിക്കറ്റ് ഒക്കെ എടുത്തു. പിന്നെ ഞാനിപ്പോൾ ഓർക്കുവാനേ, ആദ്യം നിന്നെ ഫസ്റ്റ് ഇയറെ കൊണ്ടുവിട്ടപ്പം ആദ്യം നീ പോയി താടിയും മുടിയൊക്കെ മീശയെല്ലാം മടിച്ചിട്ടേ കുഞ്ഞു പിള്ളേരെ പോലെ കയറി വന്നില്ലേ? അത് ഞാൻ ഓർക്കുമായിരുന്നു, അന്നത്തെ ആ മുഖം. അപ്പൊ മുടിയൊക്കെ വെട്ടിട്ട് വരാം. പാലൊക്കെ മേടിക്കണല്ലേ അമ്മ. എവിടെ പോയാലും ഞാനോ ഉപ്പറക്കി പോവാണെങ്കിൽ അന്നേരം അമ്മയ്ക്ക് ഒരു ലിസ്റ്റ് കാണും കുറെ സാധനങ്ങൾ. തീപ്പെട്ടി വരെ മേടിക്കാനുണ്ട്. തീപ്പെട്ടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. തീപ്പെട്ടി പോലും ഇല്ലാത്ത വീടാ. ഒരു പാക്കറ്റ് തീപ്പെട്ടി മേടിച്ചിട്ട് വന്നിട്ട് തീർന്നു പോയി. തീപ്പെട്ടി, തേങ്ങ, പാലൊക്കെ മേടിക്കണം. എല്ലാം മേടിച്ച് പറക്കി സന്ധിക്ക് മുമ്പേ കയറി കേട്ടോ. അപ്പൊ എനിക്കും പപ്പയ്ക്ക് സത്യം മറവിയാ. അതൊന്നാണ് ഈ പേപ്പർ എഴുതിക്കണതാണ്. അല്ലെങ്കിൽ തുണ്ട എഴുതുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മളെവിടെയും പോകുമ്പം പേപ്പർ എഴുതി വെക്കും. ഞാൻ രാധമ്മ വീട്ടിൽ പോയി, അച്ഛമ്മ വീട്ടിൽ പോയി, സിറ്റിക്ക് പോയി. എന്തിനും പെട്ടെന്ന് അറിയാൻ പറ്റില്ല നമ്മളെവിടെയെങ്കിലും പോവാണെങ്കിൽ. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എഴുതി വെക്കും, പണി കഴിഞ്ഞ് താമസിച്ചേ വരുള്ളൂ,
മോനു കുളിക്കാൻ വെള്ളം വെക്കണം, ആടിന് കാടി കൊടുക്കണം, വിറക് പറക്കി അടുപ്പും ഭാഗത്ത് ഇടണം. ഈ 3 പണി അമ്മ ഇനി എഴുതി. മാളക്കുട്ടി പെരക്കാവും തൂത്ത് വാരണം. മാളക്കുട്ടിക്കുള്ള പണിയാണ് പെരക്കാവും തൂത്ത് വാരണം. ഞങ്ങൾ ഈ പണി ഒന്നും ചെയ്യണ്ടായിരുന്നു. അമ്മ കല്ലും കൂടെ തന്നെ എഴുതി വെക്കും. വളമ പിടിക്കുക പോട്ടെ. ഇത് ചെരുപ്പല്ല അപ്പുറം. ചെരുപ്പെല്ലാം കഴിയാൻ കിടക്കുമെന്ന് തോന്നുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വാ, മണ്ണ അപ്പടി. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ പുതിയൊരു വെറൈറ്റി ഡേസി ചെടികൾ പൂത്തിരിക്കുന്നു. കാണിച്ചുതരാം. നമുക്കത് ഓരോ പൂ കളർ വരിക്കുമ്പോഴുണ്ടോ ഓരോ സന്തോഷം കേട്ടോ. ഇതുണ്ടോ, ഇത് പുതിയ കളറ്, ഒരിളം റോസ് കളർ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനേ. കൊള്ളാം. ഇതൊരു കളറ്, ഇതൊരു കളറ്, ഇത് വൈറ്റ്, ഇത് അതിന് തന്നെ വേറൊരു കളറ്, പിന്നെ ഒരെണ്ണമുണ്ട് അത് വേറെ കളറ്. പിന്നെ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ നമ്മുടെ സുന്ദരി മണികള്. കഴിഞ്ഞു. അതെ അതെ. അപ്പൊ അങ്ങോട്ടുള്ള സെക്ഷൻ പൂത്തോണ്ടിരിക്കുന്നുണ്ടോ. ഇത് നല്ല രസമുണ്ട്. ഈ കുഞ്ഞു പൂവേ എന്താ നല്ല രസമാണ് അതിന്റെ പൂ കാണാൻ. എന്താ ഇളം കളർ, നല്ല ഇല്ലാത്ത കളറായിരുന്നു. അപ്പം അതിന്റെ തൈയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി വെക്കാം അല്ലേ? പറിച്ച് എല്ലാവർക്കും തരാം. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വൈറ്റ് ചോദിച്ചു കഴിഞ്ഞ 3-4 പേര് ചോദിച്ചു വൈറ്റിന്റെ തൈ തരാമെന്ന്. വൈറ്റിന്റെ തൈ ഇല്ല, നമുക്ക് തന്നെ 1-2 കണ്ടുള്ളൂ. ഇനി തൈയൊക്കെ ആക്കിയിട്ട് ഒരുപാട് തൈ ആക്കിയിട്ട് എല്ലാവർക്കും തരാം കേട്ടോ. പപ്പനി ഒരു ചേട്ടന് പണിയാനുണ്ടായിരുന്നു. അപ്പം മഴ 2 ദിവസമായിട്ട് ഇച്ചിരി തോർച്ചയുണ്ട്. കുറെ പണികളെല്ലാം പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്ത് തീർക്കാന്നുള്ള പ്ലാനില് ഒരു ചേട്ടൻ വന്നതാണ്. ഇന്ന് എന്നാണെങ്കിലും പണിക്കാരൻ ചേട്ടൻ വന്ന് നമ്മൾ പണി തുടങ്ങിയിട്ട് ഏകദേശം 4 മാസമായിരുന്നു പണി തുടങ്ങിയിട്ട്. 4 മാസം 2 മാസം അല്ലേ? 2 മാസമായിട്ട് പണി നമ്മൾ പണിക്കാരെ പലപ്പോഴും അങ്ങോട്ട് വിളിച്ചിട്ട് അമ്മ ഫോൺ എടുക്കുകയില്ല, അല്ലെ കട്ടാക്കി ഇടുക. പിന്നെ ഇന്ന് നാളെ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുക. എന്നോട് ഓരോ ചടങ്ങായിരുന്നു ഫുള്ള്. ഇന്ന് ആ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, എനിക്കിത് പണിയില്ല, ഞാൻ പണിക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം അപ്പൊ പറയാം വായോ, കുറെ പണി പെൻഡിങ് ആണ്, അതെല്ലാം തീർത്തു കേട്ടോ. ഇതിപ്പം ആ ചേട്ടനെ നിർത്തി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഒന്ന് ചെയ്ത് സെറ്റ് ആക്കണം. ഇത് കണ്ടോ, ഒരു മരം കൊത്തി ഇരുന്ന് തൂവല് വൃത്തിയാക്കുന്നേ. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം കൊത്തിയെ കാണണമെങ്കിൽ ഇത് കണ്ടോ, തൂവല് വൃത്തിയാക്കുക. ഇതാണ് മരം കൊത്തി. ഇതിന്റെ തലയില് ചുമന്ന തൊപ്പിയുണ്ട്. ആരും പേടിയില്ല കണ്ടോ, അനങ്ങാതിരുന്ന എല്ലാം സന്ധ്യ ആയപ്പോഴത്തേനെ തൂവല് മെനയാ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത് തൂവല് മെനയാ. ഞാൻ പറയും തൂവല് വൃത്തിയാക്കുവാന്ന് പറയും. ഇതന്നെ കൊത്താത്തെ, ചുണ്ടിന് വയ്യെന്ന് തോന്നുന്നു. ചുണ്ടിന് വയ്യാത്തോണ്ടല്ല, അതിന്റെ ശരീരം അത് മെനിക്കൊണ്ടിരിക്കുക. അന്നേരം ഇടയ്ക്ക് കൊത്താൻ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നത്. ഞാൻ പോട്ടെ, പോയിട്ട് വാ. ഇന്ന് മഴ പെയ്യാത്തോണ്ട് നമ്മുടെ വഴിയൊക്കെ കുറച്ചൊക്കെ ചെളി ഒതുങ്ങിയിട്ടുണ്ട്. എന്നാലും വലിയ പാടാണ് കേട്ടോ. നടന്നു പോകാനും വണ്ടി വരാനും ഒക്കെ പാടാണ്. നമ്മുടെ ഓട്ടോ അപ്പുറത്ത് കൊണ്ടിട്ടേക്കുന്നുണ്ട്. നമ്മൾ അപ്പുറത്ത് പോയാണ് ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. ഓട്ടോ വന്ന് ഇങ്ങോട്ട് ഈ ചെളിക്കകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീല് കറങ്ങി നിൽക്കും, കയറി വരാൻ പാടാണ്. അതുകൊണ്ടാണ് ഓട്ടോ അപ്പുറത്തോട്ട് ഇട്ടേക്കുന്നത്. ഒരു മൈനെ അങ്ങോട്ട് പറന്നു പോയല്ലോ.